How is the trip going? ബാ എന്നില്ലേ അവിടെ ഇരിക്കുന്ന ആ ചേട്ടൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഡേ 4 ആണ്. നമ്മളിവിടെ ഒരു സിറ്റി ഷോപ്പിംഗ് അങ്ങനെയായിട്ട് നടക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ സ്ട്രെയിറ്റ് ടു ദ വീഡിയോ. This church is important from that because in 91. അങ്ങനെ മദർ തെരേസയുടെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന അൽബേനിയയിൽ നമ്മുടെ 4ാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. ആരംഭിച്ചത് ഈ പള്ളി കണ്ടുകൊണ്ടാണ്. ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? മദർ തെരേസയ്ക്ക് അൽബേനിയൻ ഭാഷ അറിയില്ല എന്ന് കുറെ ഹേറ്റേഴ്സ് പറഞ്ഞു പരത്തി. പക്ഷെ സ്വന്തം നാടായ അൽബേനിയയിലേക്ക് തിരിച്ചെത്തിയ മദർ തെരേസ ഈ പള്ളിയിൽ മുഴുവൻ അൽബേനിയൻ ഭാഷയിൽ അവിടെ അന്ന് പള്ളിയിൽ അന്നത്തെ ക്വയർ നടത്തി. അങ്ങനെയാണ് ഈ പള്ളി ഭയങ്കര ഫേമസ് ആയത്. അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചത് സെക്കൻഡ് ആംസ്റ്റർഡാം എന്നറിയപ്പെടുന്ന സ്കോഡർ സിറ്റിയിലേക്കാണ്. എന്തുകൊണ്ടാണ് സെക്കൻഡ് ആംസ്റ്റർഡാം എന്ന് പറയുന്നതെന്നറിയൂ? കാരണം ഇവിടെ എല്ലാവരും മോട്ടോർ സൈക്കിളിലാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സൈക്കിൾസ് കാണാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ഇത്. വാ എന്നില്ലേ? How is the trip going? Yeah, it's good. How is it for you? Stand. We all are tan. Yeah. But let's see. Hello guys. ഗൈസ്, ഇവിടെ നമുക്ക് ഷീനിന്റെ സ്റ്റോർ ഒക്കെ ഉണ്ട്. I love Shein. See? This is Shein. ഗൈസ്, അവിടെ ഇരിക്കുന്ന ആ ചേട്ടൻ നമ്മളോട് ക്യാമറ അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞ്. സോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ എൻ്റെ മൂഡ് പോയി. ഷെയിൻ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ആണെങ്കിലും കിട്ടും. പക്ഷെ ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് നടന്നു. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട്. അൽബേനിയയിലെ ഏതൊരു മുക്കിലും മൂലയിലും നമ്മുടെ മദർ തെരേസയുടെ ഒരു സ്റ്റാച്ചു നിർത്തും. It's not in Skodra Castle because it's on the city of Skodra, so it's annoying and like Rosafa Castle. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ, റൊസാഫ കാസിൽ. നമ്മൾ ഇപ്പം ഈ പോകുന്ന റൊസാഫ കാസിലിന് ഒരു ഭയങ്കര സാഡ് സ്റ്റോറി ഉണ്ട്. പണ്ട് 3 സഹോദരങ്ങൾ ചേർന്ന് ഒരു കോട്ട നിർമ്മിക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാ രാത്രിയും അവര് പണിത ആ മതില് പൊട്ടി തകർന്നു പോകും. അങ്ങനെ ഇവര് ഒരു വലിയൊരു ജ്ഞാനിയെ ചെന്ന് കാണും. അപ്പൊ ആ ജ്ഞാനി പറയും, നിങ്ങളിൽ ഒരാളുടെ ഭാര്യയെ സാക്രിഫൈസ് ചെയ്ത് ഈ ഒരു ഭിത്തിയിലേക്ക് ചേർക്കണം എന്ന് പറയും. സ്വന്തം ഭാര്യയെ ബലി കൊടുക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭാര്യമാരോട് ഉള്ള കാര്യം പറയാൻ ഇവർ തീരുമാനിക്കും. എന്നിട്ടോ? പക്ഷെ ഇളയ സഹോദരൻ തന്റെ ഭാര്യയായ റൊസാഫയോട് ഇത് പറഞ്ഞില്ല. അടുത്ത ദിവസം റൊസാഫ ഭക്ഷണം കൊണ്ടുവന്നു. പക്ഷെ അന്നേരത്തേക്ക് മറ്റേ 2 സഹോദരന്മാർക്ക് ഭയങ്കര സങ്കടം തോന്നി. അവളോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. സത്യങ്ങളെല്ലാം കേട്ട റൊസാഫ സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ തയ്യാറാവുകയും, പക്ഷേ റൊസാഫ ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, leave my right hand, right foot outside the wall so that I can still care of my baby. ഇന്നും കോട്ടയുടെ മതിലുകളിൽ നിന്നും വെള്ളം ഇടയ്ക്കിടെ പുറത്തേക്ക് ഒഴുകുന്നത് കാണാം. അത് റൊസാഫയുടെ കണ്ണുനീർ ആണെന്നാണ് വിശ്വാസം. ഇവിടുത്തെ ജയിലാണ് ഗൈസ് ഇത്. ഇതിന്റെ അടിയിലേക്ക് ഭയങ്കര വലിയൊരു കുഴിയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോ അടിയിലേക്ക് ഒരു വഴി. എന്നാ പോയി നോക്കാന്ന് കരുതി. പണ്ട് ജയിലായിരുന്നു. തന്നെ ഇരുട്ടാണ്, കണ്ടത് കാണുന്നില്ല. Guys, this is a prisoner escape route. ഓ, ജയിൽവാസികളെ കൊണ്ടുപോകുന്ന ഇത് നേരെ പോകുന്നത് വെള്ളത്തിലോട്ടാണ്.
അവന്മാരുണ്ടാക്കിയ റൂട്ടാണ്. സോ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കാസിൽ വന്നാല്. സോ അത് ബാക്കി ക്യാമറമാൻ കാണിച്ചൊരു ബാക്കിയുള്ള വഴി. ലെറ്റ്സ് ഗോ. ഇവിടെ പക്ഷെ ഇരുട്ടാ. ഓ, തിരിച്ചു കയറാൻ നമുക്ക് ഇവിടെ വഴിയുണ്ട്. Look. Yeah. ഓ, ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ്. So let's go. അപ്പൊ നമ്മള് കാസിൽ കണ്ട് ഇറങ്ങി. ഇനി നമ്മൾ അടുത്തത് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. We are going to Kuwait. Okay, let's go there. ഗൈസ്, അൽപ്പയിലേക്ക് വന്നവനാണെങ്കിൽ കയ്യില് പൈസ ആയിട്ട് വേണം കൂടുതലും വരാൻ. കാർഡിലാക്കിയിട്ട് വരരുത്. പൊന്നെ മുച്ചു നമ്മൾ സാധനം വാങ്ങിക്കണം എന്ന് വിചാരിക്കും. സോ കാർഡായിട്ട് പോയിക്കാൻ ഇവിടെ എടുക്കൂല. ഇവിടെ കാർഡ് സ്റ്റോക്ക് കുറവാണ്. നിങ്ങളപ്പ കയ്യില് പൈസ ആക്കിയിട്ട് കൊണ്ടുവരാൻ. എന്താ കാര്യം പറഞ്ഞില്ല, ചേച്ചിയുടെ ചാനലിന് മാത്രം പറഞ്ഞു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ കയ്യില് പൈസ കൊണ്ടുവരുന്നത് അങ്ങനെയാണെങ്കിലാണ് ഓസിനെ തയ്ക്കാൻ പറ്റും. അപ്പൊ ഗൈസ്, ഞങ്ങള് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറന്റ്, പനോരമ. കേറാൻ പോണുള്ളൂ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് നടന്നോണ്ടിരിക്കാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിറങ്ങി നേരെ ക്രൂവ കാസ്റ്റിൽ കാണാം. ക്രൂവ കാസിൽ കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ ക്രൂവ കാസിൽ. നമ്മൾ കാസിലിന്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീ, സോ നൈസ്. രാജകുമാരിയെ ഒളിഞ്ഞു നോക്കാൻ കയറിയ ഫോണി വന്നു. ഇത്ര ഹൈറ്റില് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി അങ്ങോട്ട് കയറേണ്ട ആവശ്യമുണ്ട്? രാജകുമാരി ഒളിഞ്ഞു നോക്കണമെങ്കിൽ നിന്റെ അത്ര കാലം ഹൈറ്റ് കൂടുതലുള്ളതുണ്ടോ? ഇഷ്ടപ്പെട്ടുള്ള സോ നമ്മളിപ്പോ കാസിൽ കണ്ട് ഇറങ്ങി. ഇനി ഇവിടെ മൊത്തം ഷോപ്പിംഗ് ആണ്. സീ, ഫുൾ ഷോപ്സ് ആണ്. പക്ഷെ എല്ലാം കണ്ട ഒരേപോലെ ഇരിക്കും. ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ഷോപ്സ്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ഓൾ ദി ഷോപ്സ്. ഇവിടെ തൊട്ടങ്ങ് താഴത്തേക്ക് ഫുൾ ഷോപ്സ് ആണ്. ബോത്ത് സൈഡ്സ് ഷോപ്സ് ആണ്. സീ, നല്ല ഭംഗിയാണ് കാണാൻ. ആക്ച്വലി ഇങ്ങനത്തെ ഒക്കെ സ്ട്രീറ്റ്സ് ഞാൻ ശരിക്കും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട്.
സോ അങ്ങനെ ഷോപ്പിംഗ് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഡേ 4 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Subscribe, share, ring the bell icon. Yeah. തൊട്ടടുത്തുള്ള ടിങ്കിങ് അടിക്കും